വേതാള കണ്ഠസ്ഥയാം ഭദ്രകാളിയെ കണ്ണേങ്കാവമ്മയായി കൈതൊഴുന്നു. കണ്ണേങ്കാവമ്പലം പാലിച്ചു പോരുന്ന താഴ്വാഞ്ചേരി തമ്പ്രാക്കളല്ലോ. ദാരുകനെന്നൊരു ഭീകരദാനവൻ 14 ലോകം നടുക്കിയപ്പോൾ ദേവകൾ പേടിച്ചരണ്ടുപോയി. ഷഡ്മാതൃദേവിമാർ പൊരുതി തളർന്നുപോയി. ആണുങ്ങളിൽ നിന്നു മരണമുണ്ടാകില്ലെന്നാണു ബ്രഹ്മാവിന്റെ പുണ്യവരം. ആ വരലബ്ധിയിലേറ്റ മുൻമത്തനായി ദാരുകനെല്ലാം മുടിച്ചിരുന്നു. താഴത്തു വീഴുന്ന രക്തത്തിൻ തുള്ളികൾ ഓരോന്നിലും നിന്നുമായിരങ്ങൾ. പെട്ടെന്നു സംഭവിച്ചിടുന്ന കാരണം ഞെട്ടിത്തെറിച്ചു പോമേറ്റുമുട്ടാൻ. അത്രയ്ക്കു ഭീകരനാകും അസുരനിലെത്രയും കോപിഷ്ഠനായി ശംഭു. തൃക്കണ്ണിൽ നിന്നും ആ കോപാഗ്നി മണ്ണിൽ വീണങ്ങനെയുണ്ടായി ഭദ്രകാളി. ദാരുകനെ കൊന്നു ലോകം പുലർത്തിയ ശ്രീഭദ്രകാളി കണ്ണേങ്കാവിൽ. രൗദ്രഭാവത്തോടു 4 തൃക്കൈയോടു വാഴുന്നു കണ്ണേങ്കാവമ്മയായി. സന്തതം ഭദ്രയാമമ്മ മുഖത്തിനെ ചന്ദനം ചാർത്തി മറച്ചിടുന്നു. സൗമ്യമാണാമുഖമങ്ങനെയെങ്കിലും ഭൂതഗണങ്ങളെ പേടിച്ചാരും. ആ വഴി പോകുകയില്ലായിരുന്നല്ലോ രാത്രിയിലെന്നല്ല പകലുപോലും. ബ്രാഹ്മണ പൂജയിൽ ചൈതന്യമേറിയിട്ടാണെന്നു പ്രശ്നത്തിൽ കണ്ടതിനാൽ ചൈതന്യമൊട്ടു കുറയ്ക്കുവാൻ ശാന്തിക്കായി ഏൽപ്പിച്ചുവല്ലോ ഇളയതിനെ. പുഷ്പാഞ്ജലിയും നിവേദ്യവുമല്ലാതെ പൂജകൾ വേണ്ടെന്നു നിശ്ചയിച്ചു. ശിവഭൂതം കാവലു നിൽക്കും ഈ ക്ഷേത്രത്തിൽ ഒരു ദിനം പൂജകൾ തന്ത്രി ചെയ്യും. മറ്റൊരു ശ്രീഭദ്ര ചൈതന്യമായിട്ട് മഞ്ഞക്കാട്ടമ്മയുമുണ്ടിവിടെ. വൃശ്ചികമൊന്നു മുതൽക്കു കളംപാട്ട് മകരത്തിലാദ്യത്തെ വെള്ളി വരെ. മകരമാസത്തിലെ പൂരത്തിലാണല്ലോ കണ്ണേങ്കാവമ്മയ്ക്കു ജന്മദിനം. കരിങ്കാളിക്കോലങ്ങൾ കരിമരുന്നും പറനിറയ്ക്കലും അമ്മയ്ക്കു പ്രിയങ്കരങ്ങൾ. മുട്ടറുത്തിടലും ചന്ദനം ചാർത്തലും 16 താലവും വഴിപാടുകൾ.